വാർഡിൽ തൊഴിച്ചൽ ബ്രാഞ്ച് CPMൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി 7 ബ്രാഞ്ച് മെമ്പർമാരിൽ 5 പേർ, അതുപോലെ 3 ഗ്രൂപ്പ് മെമ്പർമാർ, കോൺഗ്രസിൻ്റെ ഇവിടെ മത്സരിച്ചിട്ടുള്ള ആള്, CPMൽ ഇവിടെ മത്സരിച്ചിട്ടുള്ള ആള് ഒക്കെ ഇന്ന് പാർട്ടിയിലേക്ക് കടന്നു വരിക. ഒന്ന് വെയിറ്റ്, ക്യാമറ കയറ്റി കൊടുത്തത്. ഇവിടെ തന്നെയാണോ? ഇവിടെ നിങ്ങളുടെ രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ. അപ്പോൾ ഈ കേരളത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മൂല്യച്യുതി, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് അധികാരത്തിലേറി മന്ത്രിമാരായി സംസ്ഥാനത്തിൻ്റെ ഭരണം വഹിക്കുന്ന ആളുകൾ, അവരുടെ പുത്രന്മാർ, പാർട്ടി സഖാക്കന്മാർ ചെയ്യുന്ന അഴിമതി, സ്വജനപക്ഷപാതം, കള്ളക്കടത്ത്, സ്വർണ്ണക്കടത്ത്, ഇതിനെല്ലാം ന്യായീകരിക്കുക. ഇതൊക്കെ തൊഴിലാളികളുടെ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPMൽ വന്നുകൊണ്ടിരിക്കുന്ന വളരെ വ്യാപകമായ അപജയം. ആ അപജയം കണ്ട് മനം മടുത്ത് ഇന്ന് CPMൻ്റെ പ്രവർത്തകർ വളരെയധികം ദുഃഖിതരും ആകുലരും. ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് അവരുടെ വാദങ്ങൾ നിരത്തുവാൻ സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കാൻ, ഭാരതീയ ജനതാ പാർട്ടിയിൽ കടന്നു വരാനും സജീവമായി പ്രവർത്തിക്കാൻ, കളങ്കമില്ലാത്ത, അഴിമതിയില്ലാത്ത, വളരെ നല്ല രീതിയിൽ ജനപ്രവർത്തനം ചെയ്തു വന്ന 23 വർഷക്കാലം ദീർഘനാൾ ഈ പഞ്ചായത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘനാൾ ഗ്രാമപഞ്ചായത്ത് മെമ്പറായി പ്രവർത്തിച്ച ശ്രീ രാമചന്ദ്രൻ, അദ്ദേഹം പാർട്ടിയിലേക്ക് വരുന്നു. അതോടൊപ്പം ഈ ബ്രാഞ്ച് കമ്മിറ്റിയിലെ 4 ബ്രാഞ്ച് മെമ്പർമാർ, 3 ഗ്രൂപ്പ് മെമ്പർമാർ,
അവരും ഈ പാർട്ടിയിലേക്ക് കടന്നു വരുന്നു. ഇന്ന് നിലവിലുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ CPM-ന്റെ നിലവിൽ ജയിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് മെമ്പർ, ആ പഞ്ചായത്ത് മെമ്പർ ഇന്ന് BJP-യിലേക്ക് വരികയാണ്. ആ സജീവ പ്രവർത്തകൻ ഈ കോവളം ഭാഗത്തെ ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വവും ഈ വാർഡിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ രാജേഷ് ശങ്കർ, അദ്ദേഹവും ഇന്ന് അതിൻ്റെ കൂടെ 2-3 കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് ഇവിടെ നമ്മുടെ ശ്രീ ജില്ലാ പ്രസിഡന്റ് ശ്രീ PV രാജേഷ് നേരിൽ കണ്ട് അവരെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ ഈ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത്. ഇതിലേക്ക് വന്നിട്ടുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ കാര്യങ്ങൾ വിശദീകരിക്കാനും സംസാരിക്കാനും നമ്മുടെ ആദരണീയനായ തിരുവനന്തപുരം ജില്ലയുടെ BJP-യുടെ പ്രവർത്തനങ്ങൾക്കാണ് ധൈര്യപൂർവ്വം നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അഡ്വക്കേറ്റ് PV രാജേഷിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു.
നിയോജകമണ്ഡല കമ്മിറ്റിയുടെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജ്മോഹനൻ, ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയും ഈ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജില്ലയിലെ മുതിർന്ന പ്രവർത്തകൻ ശ്രീ വെങ്ങാനൂർ സതീഷ് അവർ, ഏറ്റവും മികച്ച രീതിയിൽ 5 വർഷം കേരളത്തിന്റെ ശ്രദ്ധയാകർഷിക്കുന്ന രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്നതിന്റെ പ്രിയപ്പെട്ട സഹോദരി, പാർട്ടിയുടെ സംസ്ഥാന സമിതി കൂടിയായിട്ടുള്ള ശ്രീമതി ശ്രീകല അവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല അവർ, അതുപോലെ തന്നെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഈ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള ശ്രീമതി ശോഭന അവർ, പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും ഈ നിയോജകമണ്ഡല കമ്മിറ്റിയുടെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻജി, അതോടൊപ്പം തന്നെ മറ്റൊരു സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീ കോവളം സാജേട്ടൻ, മറ്റ് പാർട്ടിയുടെ മണ്ഡല ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ സമ്പത്ത്, സന്ദീപ്, മറ്റു നിരവധി പ്രവർത്തകർ, ഇവിടെ മുതിർന്ന പ്രവർത്തകരൊക്കെ തന്നെ ഇവിടെ ഞാൻ എല്ലാവരെയും പേര് വായിക്കുന്നില്ല. നമ്മളൊക്കെ തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള, വളരെ പ്രത്യാശ നിറഞ്ഞ ഒരു സാഹചര്യത്തിലും ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പ് തന്നെ വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കാൻ വേണ്ടി ജനങ്ങൾ BJPക്ക് അവസരം നൽകിയ ഒരു സാഹചര്യം നമുക്കറിയാം. ആ അവസരം വളരെ സമർത്ഥമായിട്ട് ശ്രീമതി ശ്രീകല അവരുടെയും സതീഷേട്ടന്റെയും നേതൃത്വത്തിൽ പൂർത്തിയാക്കി വരുമ്പോഴാണ് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഈ പരിപാടിയിലേക്ക് വരുന്ന സമയത്ത് കേട്ട വാർത്ത, മന്ത്രി KT ജലീൽ എടപ്പാളിൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിച്ചു എന്നുള്ള വാർത്തയാണ് കേട്ടത്. ഒരു മന്ത്രി തിരുവനന്തപുരത്തേക്ക് വരുന്നത് വലിയൊരു വാർത്തയല്ല, പക്ഷെ KT ജലീൽ ചലിക്കുന്നത് തന്നെ ഇപ്പോൾ കേരളത്തിൽ ഒരു വാർത്തയായി മാറിയിരിക്കുന്നു. KT ജലീൽ ചലിക്കുന്നത് വാർത്തയാവുന്നത് എന്താണെന്ന് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല. പക്ഷേ KT ജലീലിന്റെ ഓരോ ചലനവും കേരളം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിയായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്തിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജലീൽ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ ഓരോ കിലോമീറ്റർ പിന്നിടുമ്പോഴും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ, BJPയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ വീടിന് മുന്നിലും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ അരങ്ങേറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രാജ്യത്തുള്ള എല്ലാ നിയമങ്ങളെയും അട്ടിമറിച്ചുകൊണ്ട് KT ജലീൽ നടത്തിയ ഇടപെടലുകൾ അദ്ദേഹം രാജിവെക്കുന്നത് വരെ പ്രക്ഷോഭം നടത്താൻ വേണ്ടി എല്ലാ സംഘടനകളും സജ്ജരാക്കിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സംസാരിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ 24 മണിക്കൂറും തുടർച്ചയായിട്ട് കേരളത്തിലൊരു സമരം അരങ്ങേറുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച രാത്രി BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വന്നിട്ട് KT ജലീൽ രാജ്യദ്രോഹം കുറ്റം പോലും ചെയ്ത KT ജലീൽ രാജിവെക്കുന്നത് വരെയുള്ള സമരം ഞങ്ങളോട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ആ നിമിഷം മുതൽ ആരംഭിച്ച സമരങ്ങൾ കോരിച്ചൊരിയുന്ന മഴയത്തും നട്ടുച്ചയ്ക്കും പാതിരാത്രിയും ഒക്കെ തന്നെ കേരളത്തിന്റെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ അലയടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ഒക്കെ തന്നെ രാത്രി ഈ ഇരിക്കുന്ന സതീഷ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സമരങ്ങൾ സെക്രട്ടറിയേറ്റ് മുമ്പിലുണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ABVPയുടെ പ്രവർത്തകർ കേരളത്തിന്റെ എല്ലാ തെരുവോരങ്ങളിലും കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങുകയാണ്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ്, അധമ സംസ്കാര മന്ത്രിയായി മാറിയിരിക്കുന്നു, രാജിവെക്കണം. KT ജലീൽ തിരുവനന്തപുരത്തേക്ക് വരികയാണ്. നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നത് KT ജലീൽ രാജിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ KT ജലീലിനെ കൊണ്ട് രാജിവെക്കുവാനുള്ള വളരെ വലിയൊരു പോരാട്ടത്തിന് നമ്മളൊക്കെ തന്നെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ നടക്കുന്ന പരിപാടിയുടെ വിഷയത്തിലേക്ക് വരാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വേർപിരിഞ്ഞ് CPIM എന്നുള്ള പ്രസ്ഥാനം ഉണ്ടായപ്പോഴേക്ക് ചില മുദ്രാവാക്യങ്ങൾ മുന്നിൽ വെച്ചിരുന്നു. ബഹുമാനപ്പെട്ട ശ്രീ VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർ ഒരു പാർട്ടി സമ്മേളനത്തിൽ നിന്നും ഇറങ്ങി വന്നുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി രൂപീകരിച്ചപ്പോഴേക്കും ഒരു മുദ്രാവാക്യം മുന്നിൽ വെച്ചിരുന്നു. ആ മുദ്രാവാക്യം ഒരു പരിധിവരെ ചില സ്ഥലങ്ങളിൽ ഭരണം ലഭിച്ചു. ദേശീയ തലത്തിൽ തന്നെ ഒരു കാലഘട്ടത്തിൽ ആ പാർട്ടിക്ക് പ്രസക്തി ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പ്രത്യയശാസ്ത്രപരമായി നമ്മൾ അവരുമായി വിയോജിക്കുന്നുവെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് നമുക്കൊക്കെ തന്നെ അവരോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ 1ഉം 2ഉം തലമുറ കഴിഞ്ഞ് പിണറായി വിജയന്റെയും കോടിയേരി ബാലകൃഷ്ണന്റെയും തലമുറ എത്തി നിൽക്കുമ്പോഴേക്കും ഈ നിൽക്കുന്ന രാമചന്ദ്രൻ ചേട്ടനെ പോലെ ജീവൻ കൊടുത്ത് ജീവിതത്തിന്റെ യൗവനമൊക്കെ തന്നെ, ബാല്യവും യൗവനവും കൗമാരവും ഒക്കെ തന്നെ ചെങ്കൊടിക്ക് വേണ്ടിയും ആ പ്രത്യയ ശാസ്ത്രത്തിന് വേണ്ടി മാറ്റിവെച്ചവർ ഇന്ന് ആ പാർട്ടിയെ നോക്കിക്കാണുന്നത് കൊള്ളക്കാരുടെയും മയക്കുമരുന്ന് സംഘത്തിന് ഒത്താശ ചെയ്യുന്നവരുടെയും കള്ളക്കടത്തുകാരുടെയും അഴിമതിക്കാരുടെയും പ്രസ്ഥാനമായിട്ട് മാറുമ്പോഴേക്കും ഇദ്ദേഹത്തെ പോലെ ജീവിതം മുഴുവൻ തന്നെ ആ പാർട്ടിക്ക് വേണ്ടി മാറ്റിവെച്ചവർ പറയുന്നു, ഇനി ആ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഞങ്ങളില്ല എന്ന് അവർ ഉറക്കെ പറയുകയാണ്. അത് വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്ത് സംഭവിച്ചിരിക്കുന്നു.
1ഉം 2ഉം 5ഉം 10ഉം ആൾക്കാരൊക്കെ തന്നെ CPM വിട്ടു വരുന്നവരെ BJP ഞങ്ങളൊക്കെ തന്നെ ചേർത്തിട്ടുണ്ട്, മെമ്പർഷിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വെങ്ങാനൂർ സതീഷ് ജി കഴിഞ്ഞ ദിവസം എന്നോട് ദിവസം രാത്രി BJP ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വന്നിട്ട് പറഞ്ഞത്, പ്രസിഡന്റിനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞങ്ങളൊക്കെ തന്നെ ഏറ്റവും ജനങ്ങളുടെ ഇടയിൽ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്നവരാണ്, ജീവിക്കുന്നവരാണ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരാണ്. അദ്ദേഹം 20 വർഷം കൊണ്ട് മെമ്പറാണ്. അദ്ദേഹം പറയുന്നു, ഗ്രൗണ്ടിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്ന പൾസ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു വിവരമാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താണ് അപ്പൊ പറഞ്ഞു, വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒരു ബ്രാഞ്ച് മുഴുവനും, CPM-ന്റെ ബ്രാഞ്ച് മുഴുവനും മനം മടുത്ത് അതിലുള്ള ആദർശശുദ്ധിയുള്ള മുഴുവൻ പ്രവർത്തകരെ തന്നെ ആ പാർട്ടി ഉപേക്ഷിച്ചുകൊണ്ട് ഈ നേരായ പോരാട്ടത്തിൽ നേതൃത്വം നൽകുന്ന BJP-യിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, വസ്തുത ശരിയാണോ? അദ്ദേഹം പറഞ്ഞു, തീർച്ചയായിട്ടും. പാർട്ടിയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ഉള്ളവരാണോ? തീർച്ചയായിട്ടും മെമ്പർഷിപ്പ് ഉള്ളവരാണ്. ഈ രാമേന്ദ്രനാണ് നേതൃത്വം കൊടുക്കുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആത്മവിശ്വാസം വർദ്ധിച്ചു. സുഹൃത്തുക്കളെ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരിവിടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കേരളത്തിൽ CPIM-ന്റെ പതനത്തിന്റെ ആക്കം കൂടാൻ പോകുന്നത് വെങ്ങാനൂർ പഞ്ചായത്തിൽ നിന്നായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് നിങ്ങളോടൊക്കെ തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ വന്ന് സംസാരിച്ചപ്പോഴേക്കും കിട്ടുന്ന വസ്തുത ലോകത്തെ മാധ്യമപ്രവർത്തകർ എല്ലാവരെയും അറിയിക്കണം. സ്വർണ്ണക്കടത്തിലും മയക്കുമരുന്ന് സംഘത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നതിലും അഴിമതിയിലും പ്രതിഷേധിച്ചുകൊണ്ട് CPM-ൽ അവശേഷിക്കുന്ന ആദർശ ശുദ്ധിയുള്ള അവരുടെ പാർട്ടി മെമ്പർഷിപ്പുള്ള പ്രവർത്തകരൊക്കെ തന്നെ ബ്രാഞ്ചോടുകൂടി പാർട്ടി മാറാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അത് BJP ആയി മാറുന്നു. എവിടെയെന്ന് വെച്ചാൽ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും CPIM-ന്റെ ഗ്രാമങ്ങൾ ഒന്നടങ്കം BJP ആയി മാറിയതുപോലെ, അതിന്റെ അടിസ്ഥാനത്തിൽ ത്രിപുരയിൽ ഭരണം ലഭിച്ചതുപോലെ, അതിന്റെ അടിസ്ഥാനത്തിൽ പശ്ചിമ ബംഗാളിൽ നിരവധി MP-മാരും MLA-മാരും BJP-ക്ക് ഉണ്ടായതുപോലെ കേരളത്തിൽ സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു. അത് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് നിന്ന് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ശ്രീമതി സരളകുമാരി CPIM-ന്റെ ഇപ്പോഴത്തെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പറാണ്. കോവളം, ഇത് ഞാനിത് വ്യക്തമായി പറയുന്നത്, എഴുതി വാങ്ങിച്ചു തന്നെ പറയുന്നത്, ഇത് മാധ്യമങ്ങളുടെ വാർത്ത പുറത്തു വന്നതിന് ശേഷം സഖാക്കന്മാർ പറയും അവർ മെമ്പർ അല്ല, അങ്ങനെ ഒരു ബ്രാഞ്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ അവര് പറയും അങ്ങനെ ഒരു ബ്രാഞ്ചേ ഇല്ലെന്ന് പറയും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മിനി വേണുഗോപാൽ നിരവധി വർഷങ്ങളായി CPM-ൽ പ്രവർത്തിക്കുന്നു. CPM-ന്റെ ഗ്രാമപഞ്ചായത്ത് അംഗം, വെങ്ങാനൂർ സിറ്റിംഗ് ഗ്രാമപഞ്ചായത്ത് അംഗം മിനി വേണുഗോപാൽ എന്ന് BJP-യിൽ ചേരുകയാണ്. ഞാൻ അവരെ മാധ്യമപ്രവർത്തകർ പരിചയപ്പെടുത്തുകയാണ്. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വിജയിച്ച മിനി വേണുഗോപാൽ ഇന്ന് CPM വിട്ട് ഇപ്പോൾ CPM ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. അവരിന്ന് BJP-യിൽ മെമ്പർഷിപ്പ് എടുക്കുകയാണ്. സ്വർണ്ണക്കടത്തിന്റെയും മയക്കുമരുന്ന് മാഫിയയുടെയും അഴിമതിയുടെയും പിന്നാലെ നേതാക്കന്മാരും സംസ്ഥാന സെക്രട്ടറിയുടെ കുടുംബത്തിൽ നിന്നും ആൾക്കാർ പോകുമ്പോഴേക്കും ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ആ ചെങ്കൊടി ഉപേക്ഷിച്ചുകൊണ്ട് കാവിക്കൊടി ഏറ്റുവാങ്ങുകയാണ് എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത്. CPM-ന്റെ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചവരാണ് ഈ ഇന്ന് BJP-യിൽ ചേർന്ന മിനി വേണുഗോപാൽ. ശ്രീമതി ശ്രീകലയ്ക്കെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് മിനി വേണുഗോപാൽ എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞു, CPM-ന്റെ ഇപ്പോഴത്തെ ബ്രാഞ്ച് മെമ്പറായിട്ടുള്ള ശ്രീമതി സരളകുമാരി, അവർ കുടുംബശ്രീ CDS അംഗം കൂടിയാണ്. വർഷങ്ങളായി CDS അംഗം കൂടിയാണ്. CPM-ന്റെ പാർട്ടി ബ്രാഞ്ച് മെമ്പറാണ്. ശോഭന ചേച്ചിക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി കൂടിയാണ്. ഇത് കോവളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള വെങ്ങാനൂർ ലോക്കൽ കമ്മിറ്റിയിലെ തൊഴിച്ചൽ ബ്രാഞ്ച് കമ്മിറ്റിയാണ് BJP ആയിട്ട് മാറുന്നത്, ബ്രാഞ്ച് മുഴുവൻ. ശ്രീമാൻ ചന്ദ്രൻ നായർ, അദ്ദേഹം ഇപ്പൊ പാർട്ടി മെമ്പറാണ്, മെമ്പർഷിപ്പുള്ള ആളാണ്. ശ്രീമാൻ ചന്ദ്രൻ നായർ, സഖാവ് ചന്ദ്രൻ നായർ ഇന്ന് BJP ആയി മാറുകയാണ്. അദ്ദേഹത്തെ ഞാൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുന്നോട്ട്. ശ്രീ ശശിധരൻ നാടാർ, അദ്ദേഹം CPM-ന്റെ ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പുള്ള ആളാണ്. ശ്രീ ശശിധരൻ നാടാർ
CPM-ന്റെ അദ്ദേഹം ബ്രാഞ്ച് മെമ്പർ അല്ല, ഗ്രൂപ്പ് മെമ്പറാണ്. അതായത് ബ്രാഞ്ചിലേക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നതിന് മുൻപ് ഒരു വെരിഫിക്കേഷന് വേണ്ടി ഗ്രൂപ്പ് മെമ്പർ ആക്കാറുണ്ട്. ഗ്രൂപ്പ് മെമ്പർ ആയപ്പോൾ തന്നെ അദ്ദേഹത്തിന് മടുത്തു. അദ്ദേഹം ഇന്ന് പാർട്ടിയിലേക്ക് വരികയാണ്. ശ്രീ സുനിൽ കുമാർ. ശ്രീ അനിൽകുമാർ, അദ്ദേഹവും പാർട്ടിയുടെ ഗ്രൂപ്പ് മെമ്പറാണ്. ശ്രീ അനിൽകുമാർ. ഒരു ADS-ഉം CPM-ന്റെ ഗ്രൂപ്പ് മെമ്പറും കൂടിയായിട്ടുള്ള ശ്രീമതി ഓമന. ഇത്രയും പേരാണ് CPM-ൽ നിന്നും. ഇപ്പോൾ ഒന്ന് രണ്ട് പേര് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. മഴയായതുകൊണ്ട് നമ്മൾ കുറച്ച് താമസിച്ചുകൊണ്ട് അവർ പോയി, അവർ എത്തും. ഇത്രയും പേരാണ് ഇപ്പോൾ CPM-ൽ നിന്നും ഒരു ബ്രാഞ്ച്, ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഒരു ബ്രാഞ്ച് BJP-യിൽ എത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ശ്രീ രാജേഷ് ശങ്കർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു. അതോടൊപ്പം തന്നെ സന്തോഷ് കുമാർ, രാജേഷ് ശങ്കർ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. ഈ വാർഡിൽ നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ സന്തോഷ് കുമാർ കോൺഗ്രസിൽ നിന്ന് വരുന്നു. രൂപേഷ് ബിനു, സന്തോഷ് രൂപേഷ് രൂപേഷ് ബിനു, ദീപു കോൺഗ്രസിന്റെ ബൂത്തിന്റെ ചുമതലയുള്ള ആളാണ് ദീപു. ജനതാദൾ നിന്ന് രമേശ്, ഇന്ത്യൻ കോൺഗ്രസിൽ നിന്നും ശ്രീമതി ഷീജ, അതും മുൻപ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ്. അതോടൊപ്പം തന്നെ വീരശൈവ സഭയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരുമായിരുന്ന ശ്രീ കുമാർ SS കുശലൻ, രണ്ടുപേരും കൂടി പാർട്ടി അംഗത്വം എടുക്കുകയാണ്. കുശലൻ, കുമാർ, ഇത്രയും പേരെയും മാധ്യമപ്രവർത്തകർക്ക് ജനങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ ആ സൈഡിൽ മിനി വേണുഗോപാൽ നിലവിലെ ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. മിനി വേണുഗോപാൽ. ചന്ദ്രൻ നായർ, ചന്ദ്രൻ നായർ, സർണകുമാരി, ശശിധരൻ നായർ, ഷീജ, സുനിൽകുമാർ, ആ ചേട്ടാ അവിടെ തന്നെ പോയത് ചേട്ടാ. തിരിച്ചു ചേട്ടാ. ഓ ചേട്ടാ, ചേട്ടാ അവിടെ ഇല്ല, അവിടെ തന്നെ അനിൽകുമാർ, അനിൽകുമാർ, അപ്പുറ സൈഡിൽ പോണേ. ദീപു, രമേഷ് ജനാർദ്ദൻ, ഓമന, രാജേഷ് ശങ്കർ, സന്തോഷ് കുമാർ, വിനു,
കുരിശ് ചേട്ടാ എല്ലാവരും കൂടെ ആ മൈക്ക് ഒന്ന് മാറ്റണേ മൈക്ക് മാറ്റിയ ചേട്ടാ ബാക്കിലോട്ട് ഈ സൈഡിലോട്ട് വെച്ചേട്ടാ ചേട്ടാ സമ്പത്തേട്ടാ താഴെ നൂരിയാ മതി സമ്പത്തേട്ടാ കണക്ഷൻ താഴെ നൂരിയാ മതി അതെ കിട്ടില്ല മഴ തോന്നുന്നു വെളിയിൽ നിൽക്കാം മഴ തോന്നുന്നു സതീഷ അതെ രാശേട്ടാ മഴ തോന്നുന്നതിന് പുറത്ത് ഇവിടെ എല്ലാവരും മഴ തോന്നുന്നു വെളിയിൽ എല്ലാവരും കിട്ടില്ല ചേട്ടാ ഇങ്ങനെ കുറച്ചുകൂടെ ബാക്ക് വന്നല്ലോ നമുക്ക് നല്ല ആളുണ്ട് കുറേ വൈഡ് വന്നല്ലോ എല്ലാവരും കിട്ടില്ല ചേട്ടാ ചേട്ടാ ആ സൈഡിലോട്ട് കയറണോ ചേട്ടാ ഒരുപാട് അങ്ങ് സൈഡിലോട്ട് പോകല്ലേ ഇവിടെ ഏതാണ് ചേട്ടാ ഈ ചേട്ടാ ഇവിടെ കിട്ടില്ലേ ചേട്ടാ ഒന്ന് രണ്ട് ഇങ്ങോട്ടോ ഈ സൈഡിലോട്ടോ ചേട്ടാ ഒന്നുകൂടെ ബാക്കിലോട്ട് രാശേട്ടാ ഇപ്പൊ എല്ലാവരും ഒന്നും മാറല്ലേ അവിടെ നിൽക്കണേ എല്ലാവരും ഇങ്ങോട്ട് നോക്കണേ മാറല്ലേ
രാജേട്ടാ ഇവിടെ ഉണ്ട് അവിടെ തന്നെ നിന്നാൽ ശരൺ ശരൺ ഈ വന്നവരെ മുഴുവൻ പ്രതിനിധീകരിച്ച് ശ്രീ രാമേന്ദ്രൻ മെമ്പറും അതോടൊപ്പം ശ്രീമതി സരളൈ സംസാരിക്കും. ഇല്ലേ ചേട്ടാ പറഞ്ഞോട്ടെ. ഏയ് ചേട്ടാ ചേട്ടാ അല്ല ബാക്കിലേ അവരെ ബാക്കിൽ ചായ ഇതിന്റെ ഇടയിൽ കൊടുക്കുന്നത് ബാക്കിൽ ക്യാമറയുടെ ഒരു 47 വർഷക്കാലം CPM-ന്റെ സജീവ പ്രവർത്തനായിരുന്ന ഒരാളാണ് ഞാൻ പാർട്ടിയിൽ വരുന്ന കാലത്ത് ഇവിടെ വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ പ്രസ്ഥാനത്തിനകത്ത് കടന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തെ കോൺഗ്രസിൻ്റെ ഒരവസ്ഥയിലേക്ക് CPM പോയി എന്ന് മനസ്സിലാക്കിയിട്ടാണ് മാറി ചിന്തിക്കാനുള്ള ആലോചനകൾ നടന്നു. വളരെ സമയമെടുത്ത് വളരെ കാലമായി CPM-നകത്ത് നടക്കുന്ന കുതികാൽവെട്ടും സമ്പത്തിനോടുള്ള ഭ്രമവും നേതാക്കന്മാർക്കെല്ലാം പൈസ പൈസ എന്നുള്ള താല്പര്യമല്ലാതെ പാവപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള ചിന്തകളില്ലാതെ ആയ കാലഘട്ടത്തിലാണ് BJP ആയി ചേർന്ന് നമ്മുടെ രാജ്യത്തെ കോൺഗ്രസും ഇടത് പാർട്ടിയായ CPM തമ്മിൽ അടിസ്ഥാനപരമായി വ്യത്യാസങ്ങളില്ലാത്ത വന്നിരിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു മാറ്റം വരാൻ വരുത്താൻ എന്നെപ്പോലുള്ളൊരു താല്പര്യമുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് തുടർച്ചയായി ഈ വാർഡിൽ നിന്ന് 4 പ്രാവശ്യം മത്സരിച്ച് ജയിച്ച ഒരാളാണ്. അപ്പോഴും ഈ പാർട്ടിക്കകത്തുള്ള പ്രാദേശികമായ വൈരുദ്ധ്യങ്ങൾ കാരണം ഞങ്ങളെ എന്നെപ്പോലെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഉൾക്കൊള്ളാൻ നേതൃത്വം തയ്യാറാകാത്ത ഒരു സാഹചര്യം ഇതിൻ്റെ പിന്നിലാണ്. എന്തുവന്നാലും ഇനി ആ പ്രസ്ഥാനവുമായി യോജിച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് BJP ആയി ചേർന്നത്. അതോടൊപ്പം തന്നെ എന്നോടൊപ്പം ഈ ബ്രാഞ്ചിലെ നിരവധി അനുഭാവികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ BJP ആയി ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമെടുത്ത് ഇന്ന് മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഈ പ്രദേശത്ത് ഇന്നലെ വരെ CPM-നുണ്ടായിരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്ന മേൽക്കോയ്മ അവസാനിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഞങ്ങൾ BJP-യുമായി ചേർന്ന് സജീവമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരും അറിയിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. നമസ്കാരം.
പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിൽ നിന്നും CPIM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളാണ് ഞാൻ. അന്ന് പാർട്ടി അംഗങ്ങളിൽ ചില ആൾക്കാർ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ ചതിച്ചു. എല്ലാവരും ഇല്ല. അതിൽ മനംനൊന്താണ് ഞാൻ ഈ പാർട്ടി മാറാൻ തീരുമാനിച്ചത്. നന്ദി. ഒരു നന്ദി പറയും. ബഹുമാന്യരെ, ചേച്ചി ഒന്ന് മാറിയോ? ഈ CPM പാർട്ടിയുടെ സ്വർണ്ണക്കടത്ത് അതുപോലുള്ള അഴിമതി പ്രശ്നങ്ങളും അതിൽ മനം നൊന്നുകൊണ്ടാണ് ഞാൻ BJP-യിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. എൻ്റെ പ്രവർത്തനം ആത്മാർത്ഥമായിട്ട് BJP-യോടൊപ്പമായിരിക്കും. അപ്പോൾ ഈ യോഗത്തിന് നന്ദി പറയാൻ നമ്മുടെ